തിരികെ ചർച്ചയിലേക്ക് ശ്രീ പ്രിൻറ്റു മഹാദേവ്, നമുക്കറിയാം ഈ ലഹരി ഉപയോഗത്തിനെതിരെ പല ക്യാമ്പയിനുകളും സംഘടിപ്പിക്കാറുണ്ട്. അത് മാധ്യമങ്ങളടക്കം ജനം TV ഉൾപ്പെടെ മാസങ്ങൾ നീളുന്ന ക്യാമ്പയിനുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബോധവൽക്കരണത്തിനായി. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ എന്ത് ഇടപെടലാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? താങ്കളുടെ കാഴ്ചപ്പാട്. അല്ല, ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിരവധി ഈ പദ്ധതികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ചെയിൻ കണ്ണികളെ കൃത്യമായി കണ്ടെത്തി, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് കൃത്യമായി ഇപ്പോ NDPS ആക്ട് 31 പ്രകാരം ഈ കേരിയർമാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി കാപ്പ ചുമത്തി ഇവരെ കൃത്യമായിട്ട് ജയിലിനകത്തേക്ക് കൊണ്ടുപോകുന്ന സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാവണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ KGS ആയ ആളുകൾക്ക് പലപ്പോഴും പല ഈ നിയമ സംവിധാനത്തിന്റെയും കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് പലപ്പോഴും ഇവരിൽ നിന്ന് ഊരിപ്പോരുന്ന പതിവാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ വീണ്ടും ഈ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. അപ്പൊ കേരിയർമാരെ കണ്ടെത്താൻ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിഷ്പ്രയാസം സാധിക്കും. കേരള പോലീസ് വളരെ മോഡേഴ്സ് ആയിട്ടുള്ള ഒരു സംവിധാനം എന്ന രീതിയിലും കേരളത്തിന്റെ എല്ലാവരും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചാൽ സാധിക്കും. 15 വയസ്സുകാരൻ മുതൽ സ്കൂൾ അധ്യാപകൻ വരെ, ഇപ്പൊ വന്ദനയുടെ അന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചു, സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം. അപ്പൊ അധ്യാപകൻ മോചിത നിലയിൽ നിന്ന് ഇപ്പൊ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ 14ഓളം MBBS MD വിദ്യാർത്ഥികളാണ് അവിടെ മാസങ്ങളോളം നീളുന്ന ലഹരി ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അവർ ലഹരിക്ക് അടിമപ്പെട്ടു നിന്നിരുന്നത്. അവർക്കെതിരെ 15 ദിവസം സസ്പെൻഷൻ മാത്രം കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും അവരൊക്കെ ഡോക്ടർമാരെ മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതൊരു സംവിധാനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിന് വേണ്ടത് സമൂഹത്തിന്റെ ജാഗ്രതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, വ്യക്തി സമൂഹം രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നോക്കുമ്പോൾ ബാലഗോകുലം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ഞാൻ അതിന്റെ ഭാഗമാക്കായതുകൊണ്ടല്ല, ബാലഗോകുലം പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് 10,000 ഗ്രാമങ്ങളെ അവർ ഒരു വർഷത്തെ പരിപാടിയായി ഏറ്റെടുത്തിരിക്കുന്നത് ലഹരി വിമുക്ത ഗ്രാമങ്ങൾ എന്ന് പറയുന്ന പരിപാടിയാണ്. ഇപ്പൊ ABVP കഴിഞ്ഞ 5 വർഷമായിട്ട് ക്യാമ്പസിനകത്ത് ലഹരി വിമുക്ത ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതുപോലെ ചെയ്യണമെങ്കിൽ ആ പ്രവർത്തകർക്കുള്ളിൽ വ്യക്തിശുദ്ധി വേണം. അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് വ്യക്തിശുദ്ധിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, അതുപോലത്തെ സംഘടനകളായി അവർക്കത് പറയാൻ ആർജവമുണ്ടെങ്കിൽ അവരാദ്യം ഇത് ഉപേക്ഷിക്കണം. ഇപ്പൊ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ ഇന്നുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ലഹരി യാതൊരു സിഗരറ്റ് ആയിക്കോട്ടെ മദ്യമായി ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്റെ പ്രസ്ഥാനം എന്നിൽ ഏൽപ്പിച്ച ഒരു ആദർശമുണ്ട്. അപ്പൊ ആദർശത്തിൽ നിന്ന് യുവാക്കൾ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അവർ ഒരു കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ കേരളത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് പുസ്തകങ്ങളുടെ വായനയിൽ നിന്നായിരുന്നു നമ്മൾ ആദർശങ്ങൾ സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് സിനിമ പോലെയുള്ള സ്വാധീനങ്ങൾ, അതുപോലെ ഈ റാപ്പ് ഗായകരുടെ സ്വാധീനം, ഇപ്പൊ റാപ്പ് ഗായകന്മാരുടെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് അവരുടെ ആരാധകരായിട്ട് മാറുന്നത്. ആ പാർട്ടി നടക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി ഇടപെടൽ ഉണ്ടാവണം. അവളെ ലഹരി ഈ റാപ്പ് ഗായകർ പലപ്പോഴും ഈ സ്റ്റേജിനകത്ത് വന്ന് അവരുടെ പ്രകടനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരൊക്കെ ലഹരിക്ക് അഡിക്റ്റ് ആണ്. അപ്പൊ അത് നോക്കുക, അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അത് ലിംഗ വ്യത്യാസമൊന്നും കേരളത്തിലില്ല. അങ്ങനെ ഒരു വ്യത്യാസം കൂടി കേരളത്തിലുണ്ട്. ഞാൻ അവരുടെ വ്യക്തിപരമായ പേരുകൾ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് സമൂഹത്തിന് നേരിടുന്ന ഒരു പ്രശ്നത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി വലിയൊരു പ്രശ്നമാണ്. സർക്കാരിന് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ ഇത് നിഷ്പ്രയാസം സാധിക്കും. അപ്പോ നേരത്തെ സാറ് സൂചിപ്പിച്ചല്ലോ, നമ്മൾ വെൽദിവ് സാർ സൂചിപ്പിച്ചു, ഇപ്പൊ ശ്രീനഗറിലും ബാറുണ്ട്, കേരളത്തിലും ബാറുണ്ട്. സാർ, ശ്രീനഗറിലെ ബാറിലെ ഒരു ദിവസത്തെ മദ്യത്തിന്റെ ഉപയോഗത്തിന്റെ കണക്ക് അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ 25,000 ആണെങ്കിൽ സാർ കേരളത്തിലെ ചാലക്കുടിയിലെ പ്രാദേശിക മേഖലയിൽ ഒരു ബാറിനകത്ത് അല്ലെങ്കിൽ ഒരു ബീവറേജിനകത്തുള്ള കച്ചവടം 1 കോടിയാണ് സാർ. ഇതാണ് വ്യത്യാസം. ഇപ്പൊ നോക്കൂ, നമ്മൾ ആഗോള തലത്തിൽ എന്ത് ചെയ്യണം ചിന്തിച്ചിട്ട് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാവണം. കേരളത്തിൽ മദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ അത് അങ്ങനെ പറയുകയാണ്. അതിന് നമ്മൾ UP-യോടോ കർണാടകയോടോ ആന്ധ്രയോടോ ഉപമിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കാര്യപ്രാപ്തിയുള്ള യുവാക്കൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. ഇപ്പൊ നീറ്റ് പരീക്ഷയായിക്കോട്ടെ, കീമായിക്കോട്ടെ, ഏത് പരീക്ഷയിലും ആദ്യത്തെ 100 പേരെടുത്തു കഴിഞ്ഞാൽ 25 പേര് മലയാളികളാണ്. അത്രയും ബുദ്ധിയും ബോധമുള്ള മലയാളി യുവാക്കളുടെ മസ്തിഷ്കങ്ങളെ ഇത്തരത്തിലുള്ള വൈറസ് ബാധിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇവിടുത്തെ യുവജന സംഘടനകൾക്ക് ബാധ്യതയുണ്ട്, വിദ്യാർത്ഥി സംഘടനകൾക്ക് ബാധ്യതയുണ്ട്. അവിടെ ഒരു അരാഷ്ട്രീയവാദവും അരാജകത്വവും നടത്താൻ വേണ്ടി ചില സംഘടനകൾ ബോധപൂർവ്വം ശ്രമിക്കുമ്പോഴാണ് കേരളത്തിന്റെ പ്രത്യയശാസ്ത്രമായ പ്രശ്നം. ഇതിന് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, മുസ്ലിം ലീഗ് ഭരിക്കുന്ന സമയത്ത് നോക്കൂ, ഈ ബാറുകൾ മുഴുവൻ പൂട്ടി. അത് മതപരമായ ഒരു ആംഗിളിനകത്ത് നോക്കുന്ന സമയത്ത് നോക്കുക, അവരത് ചെയ്തു. പക്ഷെ പിന്നീട് LDF വന്ന സമയത്ത് എന്താ ചെയ്തത്? ബാറുകളിൽ നിന്ന് 800 ചില്ലാനം ബാറുകളുമായി ബാറിൽ നിന്ന് കേരളത്തിന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 25,000 കോടി രൂപയാണ്.
ഇപ്പം ചോദിക്കും ബാർ ഇല്ലെങ്കിൽ മദ്യമില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല സാർ. ഇപ്പൊ കോവിഡിന്റെ പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടായല്ലോ. അന്ന് ഒരു മദ്യശാലകളും ഒരു ബീവറേജും ഒന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നോ? പ്രതിസന്ധി ഉണ്ടായിരുന്നോ? കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നോ? അപ്പൊ മദ്യവിമുക്തമായിട്ടുള്ള കേരളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ മദ്യവർജനമാണ് അല്ലെങ്കിൽ മദ്യവർജനമാണ് അല്ലെങ്കിൽ മദ്യ ഉപയോഗമെല്ലാം കുറയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അവകാശവാദങ്ങളും ചില വാഗ്ദാനങ്ങളും ചില കപട മുദ്രാവാക്യങ്ങളും ഉയർത്തിയൊന്നും കാര്യമില്ല. നമ്മുടെ പ്രവർത്തനം ആത്മാർത്ഥമാകണം. അതിൽ വ്യക്തികൾ, സമൂഹം, സംഘടനകൾ നിരന്തരമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. അതിൽ എല്ലാ സമൂഹത്തിനെയും പിന്തുണയെങ്കിൽ മാത്രമേ ഈ കേരളത്തിനെ ഈ വലിയ മഹാമാരിയിൽ നിന്ന്, വലിയ വൈറസിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതെ.